ശ്രീ വി ആർ അനൂപ്, താങ്കൾ ഇപ്പോൾ പ്രധാനമന്ത്രി നടത്തുന്ന ഈ പ്രസംഗങ്ങളിൽ എന്ത് പോരായ്മയാണ് കാണുന്നത്? കോൺഗ്രസിന്റെ നേതാക്കൾ ഉച്ചത്തിൽ പറയുന്നുണ്ട് ഇത് പച്ചവർഗീയത പറയുന്ന രീതിയിലായിപ്പോയി ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്ന പ്രസംഗങ്ങളെന്ന്. അദ്ദേഹം പറയുന്നത് കോൺഗ്രസിന്റെ ആ പ്രീണന രാഷ്ട്രീയം അത് തുറന്നു കാട്ടുകയാണ് ഞാൻ ചെയ്യുന്നത്, അത് തുടർന്നുകൊണ്ടേയിരിക്കുമെന്നാണ്, പ്രത്യേകിച്ച് OBC സംവരണത്തിന്റെ കാര്യത്തിൽ. നരേന്ദ്രമോദിയെ പോലെ ഒരാൾ ഈ സംവരണത്തെക്കുറിച്ച് സംസാരിക്കുന്നത് സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണെന്ന് എൻ്റെ അഭിപ്രായം. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്, രാഹുൽ ഗാന്ധി ആ പ്രകടന പത്രികയിൽ മുന്നോട്ട് വെക്കുന്ന അതിന്റെ മർമ്മം എന്ന് പറയുന്നത് സംവരണമാണ്, സാമൂഹിക നീതിയാണ്, ജാതി സെൻസസ് ആണ്. അതിനകത്ത് വളരെ കൃത്യമായി ജാതി സെൻസസ് നടപ്പിലാക്കി എല്ലാ ജനവിഭാഗങ്ങൾക്കും ആനുപാതികമായ അർഹതപ്പെട്ട വിഹിതം നൽകണമെന്നാണ് കോൺഗ്രസ് പറയുന്നത്. ഇപ്പോൾ നരേന്ദ്രമോദി പറയുന്നത് OBC സംവരണത്തെ കോൺഗ്രസ് ദുരുപയോഗപ്പെടുത്തുന്നുവെന്ന. സത്യത്തിൽ നരേന്ദ്രമോദി തന്നെ അത്തരമൊരു ദുരുപയോഗം നടത്തിയ ആളാ. 2000 വരെ നരേന്ദ്രമോദിയുടെ മോദി കാസ്റ്റ് OBC ആയിരുന്നില്ല. 2000-ൽ BJP ഗവൺമെന്റിന്റെ ആനുകൂല്യത്തിൽ OBC ആക്കപ്പെട്ട ആളാണ് ഞാൻ പിന്നോക്കക്കാരനാണെന്ന് സ്വയം പറയുന്നത്. നരേന്ദ്രമോദി അത്തരം ദുരുപയോഗം നടത്തിയ ആളാ. പിന്നെ നേരത്തെ തന്നെ ഫക്രുദ്ദീൻ അലി സൂചിപ്പിച്ചതുപോലെ മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ കേരളത്തിലെ മാപ്പിള മുസ്ലിം എന്ന് പറയുന്നത് OBC ആണ്. അഷ്റഫ് മുസ്ലിംസ്, ഷെയ്ഖ്, ഈ പറയുന്ന പഠാൻസ് ഉൾപ്പെടെയുള്ള പലരും ആ സംവരണത്തിന്റെ ആനുകൂല്യം കൈപ്പറ്റുന്ന ആളുകളല്ല. അപ്പൊ കോൺഗ്രസിന് ഇതിനകത്ത് വളരെ കൃത്യമായ നിലപാടുണ്ട്. ഒരു സമുദായത്തിന് അനുകൂലമോ പ്രതികൂലമോ അല്ല, രാജ്യത്ത് ഒരു വിശദമായ രാജ്യവ്യാപകമായ ഒരു ജാതി സർവേ നടത്തപ്പെടട്ടെ. അതിന്റെ അടിസ്ഥാനത്തിൽ ആരൊക്കെയാണ് വിഭവങ്ങൾ കയ്യിൽ വെച്ചിട്ടുള്ളത്, ആർക്കൊക്കെയാണ് പ്രാതിനിധ്യമുള്ളത്, അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന ഒരു നിലപാട് സ്വീകരിക്കാൻ ജാതി സർവേ നടപ്പിലാക്കണമെന്നാണ് കോൺഗ്രസ് പറയുന്നത്. സത്യത്തിൽ കോൺഗ്രസ് മുന്നോട്ട് വെച്ച ഒരു അജണ്ടയോട് സംസാരിക്കാൻ നരേന്ദ്രമോദി നിർബന്ധിതരായിരിക്കുകയാണ്. പിന്നെ നരേന്ദ്രമോദി പറയുന്ന ഈ മുസ്ലിം വെറുപ്പിന്റെ രാഷ്ട്രീയം, അദ്ദേഹം തന്നെ നേരത്തെ ഫക്രുദ്ദീൻ അലി തന്നെ സൂചിപ്പിച്ചതുപോലെ ആദ്യഘട്ടങ്ങളിൽ ഡെവലപ്മെന്റിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. പക്ഷെ മേക്കപ്പിനൊക്കെ ഒരു പരിധിയില്ലേ. അവസാനം അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങളുടെയൊക്കെ ആകെത്തുക എന്താ? വെറുപ്പാണ്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിമാർ, ജവഹർലാൽ നെഹ്റുവിന്റെ ഒരു പ്രസംഗം എന്ന് പറയുന്നത് കവിതയാണ്. പക്ഷെ ഇവിടെ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രസംഗം ഇന്ത്യ പോലൊരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നടത്തുകയാണ്. കൂടുതൽ കുട്ടികൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഈ മംഗല്യസൂത്രം, ഹിന്ദു സ്ത്രീകളുടെ മംഗല്യസൂത്രം കോൺഗ്രസ് എടുക്കും, മുസ്ലിങ്ങൾക്ക് അനർഹമായത് നൽകും എന്നൊക്കെ പറഞ്ഞ് ഈ രാജ്യത്തിനകത്ത് വെറുപ്പ് ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു വലിയ പരിശ്രമമാണ് മോഡി കൊണ്ടുപോയിരിക്കുന്നത്. മോദി അഭിമുഖത്തിലും രണ്ട് കാര്യങ്ങൾ ഇതേക്കുറിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഈ സ്വത്തിന്റെ റീഡിസ്ട്രിബ്യൂഷൻ അല്ലേ, അങ്ങനെയല്ലേ, ഈ ആ കാര്യത്തിൽ ആണ് മോദി അത്തരം പരാമർശങ്ങൾ നടത്തിയത്, പ്രധാനമന്ത്രി അത്തരം പരാമർശങ്ങൾ നടത്തിയത്. അതുപോലെ തന്നെ പിന്തുടർച്ചാവകാശ നികുതി ഇല്ലേ, ഒരു സ്വത്ത് പിന്തുടർച്ചയായി കിട്ടുന്നതിൽ നികുതി ഏർപ്പെടുത്തുമെന്ന ഈ സാം പിത്രോഡയുടെ വാക്കുകൾ, അതും അദ്ദേഹം പറയുകയാണ്. ഇതൊക്കെയാണ് കോൺഗ്രസിന്റെ നിലപാട്, ഇതൊക്കെയാണ് പ്രകടന പത്രികയിൽ വരുന്നത്. ഇത് ഞാൻ തുറന്നു കാട്ടുകയാണ് ചെയ്യുന്നത്. കാരണം പ്രകടന പത്രിക എന്ന് പറയുന്നത് വെറുതെ ഒരു കടലാസ് കഷ്ടമല്ല, അത് നടപ്പിലാക്കി കാണിക്കേണ്ട ഒരു കാര്യമാണ്, അത് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കേണ്ടതാണ്. അത് ഞാൻ ചർച്ചാ വിഷയമാക്കുന്നു, അത് എന്റെ ഉത്തരവാദിത്തമാണെന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. അല്ല, നരേന്ദ്രമോദി, ഞാൻ തുടക്കത്തിലെ പറഞ്ഞല്ലോ, നരേന്ദ്രമോദി അത് ചർച്ചാ വിഷയമാക്കുന്നെങ്കിൽ നല്ലത്. കാരണം കോൺഗ്രസിന്റെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും വിപ്ലവകരമായ നിർദ്ദേശങ്ങളാണ് ഈ പ്രകടന പത്രികയിലുള്ളത്. ഇതുവരെ ഒരു കോൺഗ്രസ് പ്രസിഡന്റും അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് ഇലക്ഷൻ കമ്മിറ്റിയും കൈവയ്ക്കാത്ത തരത്തിലുള്ള വിപ്ലവകരമായ രാജ്യത്തിന്റെ ഘടനയെ തന്നെ മാറ്റി തീർക്കുന്ന ഒന്ന് ജാതി സെൻസസ്. നേരത്തെ പറഞ്ഞു, 90കളിൽ ഉയർന്നു വന്ന മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിനെ തുടർന്നുള്ള പിന്നോക്ക ജാതികളുടെ അവകാശങ്ങളെ അഭിസംബോധന ചെയ്യുന്ന ഒരു രാജ്യത്ത് തന്നെ ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കാൻ ഉതകുന്ന ഒരു പുതിയ നയനിലപാടുമായി കോൺഗ്രസ് മുന്നോട്ട് വരികയാണ്. അത് വളരെ കൃത്യമായി CAA കുറിച്ച് ഈ പറയുന്ന ആർട്ടിക്കിൾ ഈ രാജ്യത്തെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിവില്ല എന്നൊക്കെ പറയുന്നത് വളരെ കൃത്യമായി അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നുള്ളതിനപ്പുറത്ത് ഇല്ല, അതിൽ ഭയക്കുകയാണ് നിങ്ങൾക്ക് അങ്ങനെ തർക്കിക്കാം. ഇപ്പോൾ പോലും അല്ല, ഭയം എന്നൊക്കെ പറയും, ഇപ്പോൾ പോലും
ഇവിടെ വലിയ തോതിൽ മുസ്ലിം പ്രീണനം നടത്താൻ കോൺഗ്രസ് നിൽക്കുന്നു. ഈ പറയുന്ന ന്യായമായ അവകാശങ്ങളെ അപ്പീസ്മെന്റ് എന്ന് പറയുന്നു, പ്രാതിനിധ്യത്തെ പ്രീണനം എന്ന് വിശേഷിപ്പിക്കുന്നു. ആ സമയത്തൊക്കെ കോൺഗ്രസിന്റെ നിലപാട് വളരെ കൃത്യമല്ലേ? കോൺഗ്രസിന്റെ ആളുകളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ, പ്രസംഗങ്ങളൊക്കെ കേട്ടതല്ലേ? അതിനകത്ത് വളരെ കൃത്യമായി കോൺഗ്രസ് ഇന്ത്യ ഭരിച്ച ഇത്രയും കാലം ഇതൊരു വിഷയമേ അല്ലായിരുന്നല്ലോ. ഇപ്പോൾ ഇവിടെ പറയുന്നത് ഒരു സമുദായത്തിൽ നിന്ന് ഒരാൾ വന്നതുകൊണ്ട് ആ സമുദായത്തിന്റെ മൊത്തം സ്ഥിതി മെച്ചപ്പെടില്ല എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അപ്പോൾ പോലും ആ സമുദായത്തിന്റെ പ്രാതിനിധ്യം, പ്രതിനിധാനം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ KR നാരായണൻ